ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ എക്സലിൻ്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് നോക്കുന്നത്. നമ്മൾ ബോർഡർ, ഫിൽ കളർ, ഫോൺ കളർ അതൊക്കെ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾക്കിവിടെ മർജും റാപ്പ് ടെക്സ്റ്റും. ഓക്കെ, അതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മർജ് അറ്റ് സെൻറ്റർ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ 3 സെൽസ് ഉണ്ട്. 3 സെൽസും സെപ്പറേറ്റ് ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഹെഡിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 3 സെൽസിനെ മെർജ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എക്സാമ്പിളായിട്ട് ഞാൻ ഈ 3 സെൽസിനെ ഒരുമിച്ച് സെലക്ട് ചെയ്തു. അതിനുശേഷം താഴെ പോയിട്ട് മെർജ് ആൻഡ് സെൻറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ചൂസ് ചെയ്യാണ്. അപ്പോൾ ഈ 3 ലൈൻസും ഒരുമിച്ചായി. കണ്ടില്ലേ, നിങ്ങൾക്ക് ആ ഡിഫറൻസ് കാണാം. നമ്മൾ ഒരു സെല്ല് ചൂസ് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരിക. പക്ഷെ നമ്മൾ മെർജ് ചെയ്ത സെല്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 3 സെൽസ് ഒരുമിച്ച് മെർജ് ചെയ്തിട്ടുണ്ടാവും. അവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു ഹെഡിങ് പോലെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്കപ്പോൾ ഒരു ഹെഡിങ് പോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതാണ് മെർജ് ആൻഡ് സെൻറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇനി അടുത്തൊരു ഓപ്ഷനാണ് റാപ്പ് ടെക്സ്റ്റ്. ഓക്കെ, ഞാനിപ്പോൾ ഈ 3 കോളംസിൽ സ്കൂൾ മാർക്ക് ലിസ്റ്റ് എന്നുള്ളത് അൺമർജ് ചെയ്യാണ്. വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺമർജ് ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ 3 സെപ്പറേറ്റ് സെൽസ് ആയിട്ട് മാറിയിട്ടുണ്ട്. മെർജിങ് ക്ലോസ് ആയി പോയിട്ടുണ്ട്. ഇനി നമ്മൾ ഫോർ എക്സാമ്പിൾ സെൽ സൈസ് വളരെ കുറവാണ്. അപ്പോൾ സ്കൂൾ മാർക്ക് ലിസ്റ്റ് എന്ന് എഴുതിയത് സെക്കൻഡ് സെല്ലിലേക്ക് എക്സീഡായി പോയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരൊറ്റ സെല്ലിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ് റാപ്പ് ടെക്സ്റ്റ്. 2-3 ലൈൻസ് താഴേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് സെല്ലൊന്ന് ചൂസ് ചെയ്തിട്ടുണ്ട്. റാപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്കൂൾ മാർക്ക് ലിസ്റ്റ് എന്നുള്ളത് ഒരൊറ്റ സെല്ലിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് 2 ഓപ്ഷൻ, മെർജ് അറ്റ് സെൻറ്ററും റാപ്പ് ടെക്സ്റ്റും. ഇനി കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് ഇവിടെ. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ഫോണ്ട് ഏതാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഈ ഫോണ്ടിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ കാലിബ്രി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിലാണ് കിടക്കുന്നത്. ഫോണ്ടിലാണ് നമ്മൾക്ക് ഇഷ്ടമുള്ള ഫോണ്ടിലേക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഏതാ ഫോണ്ട് എന്ന് വെച്ചാൽ അതിലേക്ക് മാറ്റാം. അതുപോലെ തന്നെ ഫോണ്ട് സൈസിനുള്ള ഓപ്ഷനാണിത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഫോണ്ട് സൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 28 ആണ് ബേസിക് കിടക്കുന്നത്. നമുക്ക് 48ലേക്ക് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഫോണ്ട് സൈസ് നമുക്ക് കൂടുന്നത് കാണാൻ പറ്റും. പിന്നെ ബോൾഡ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് വരും. അത് വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അൺബോൾഡ് ആവും, തിക്നെസ് കുറയും. ഇറ്റാലിക്സ്, പിന്നെ അണ്ടർലൈൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താണോ ടെക്സ്റ്റ് ആ ടെക്സ്റ്റിന് അണ്ടർലൈൻ ആയിട്ട് വരും. പിന്നെ അടുത്തൊരു ഓപ്ഷനാണ് ബോർഡേഴ്സ് ഓപ്ഷൻ. നമ്മൾക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ബോർഡേഴ്സ് ഉണ്ട്. നമ്മൾ നോർമലി ചൂസ് ചെയ്യാറുള്ളത്, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കാണിക്കാം. ഇവിടെ കുറച്ച് സെൽസ് ഞാൻ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾ ബോർഡേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ടേബിൾ ഫോർമാറ്റിൽ ഷോ ആയി വരും. നമുക്ക് ബോർഡേഴ്സ് ഇട്ടിട്ട് കാണാം. പിന്നെ നമുക്ക് ഓൾ ബോർഡേഴ്സ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡിഫറെൻറ്റ് ഫോർമാറ്റ്സ് കാണിക്കുന്നുണ്ട്. ഔട്ട്ലൈൻ ബോർഡർ മാത്രം മതിയോ, ടോപ്പ് ആൻഡ് ബോട്ടം ബോർഡർ മാത്രം മതിയോ, അതൊക്കെ നമുക്ക് ചോദിക്കുന്നുണ്ട്. നമുക്കിഷ്ടമുള്ളത് ചൂസ് ചെയ്ത് കൊടുക്കാം. ക്ലിയർ ഓൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്ത ബോർഡർ ഇവിടെ നിന്ന് ക്ലിയർ ആയിട്ട് പോയിട്ടുണ്ടാവും. അതാണ് ബോർഡർ ഓപ്ഷൻ. പിന്നെ ഫിൽ കളർ ഓപ്ഷൻ, നമ്മളൊരു കോളം ചൂസ് ചെയ്തു, ഫിൽ കളർ എടുത്തു കഴിഞ്ഞാൽ ഏത് കളറാണോ നമുക്ക് വേണ്ടത് ആ കളേഴ്സ് നമുക്ക് ഫിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു ഓപ്ഷനാണ് അലൈൻമെൻറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ നെയിംസ് എല്ലാം കിടക്കുന്നത് റൈറ്റ് അലൈൻമെൻറ്റിലാണ്. ഞാനിപ്പോൾ ഈ സെൽസ് എല്ലാം ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഇതാണ് അലൈൻമെൻറ്റ് ഓപ്ഷൻസ്. ഇതിൽ ഞാനിവിടെ ലെഫ്റ്റ് അലൈൻമെൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളുടെ നെയിംസൊക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് പോയി. സെൻട്രൽ അലൈൻമെൻറ്റ് കൊടുത്താൽ സെൻട്രലിലേക്ക് നെയിംസ് എല്ലാം വന്നിട്ടുണ്ടാവും. പിന്നെ അതുപോലെ ടോപ്പ് അലൈൻമെൻറ്റ്, ബോട്ടം അലൈൻമെൻറ്റ്, ലെഫ്റ്റ് അലൈൻമെൻറ്റ്, റൈറ്റ് അലൈൻമെൻറ്റ്, സെൻട്രൽ അലൈൻമെൻറ്റ്, ഈ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അലൈൻമെൻറ്റ്സ് നമുക്ക് കാണാം. അത് നമുക്ക് എടുക്കാം. പിന്നെ നമ്മളിപ്പോൾ നോക്കുന്ന ഒരു ഓപ്ഷനാണ് ഇൻസേർട്ട് ആൻഡ് ഡിലീറ്റ്. ഓക്കെ, അതെന്താണെന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ മഞ്ജു എന്ന് പറഞ്ഞ കോളം ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഇൻസേർട്ട് ഓപ്ഷൻ എടുത്തു. അതിൽ കുറേ ഓപ്ഷൻസ് കാണാം. ഞാനിപ്പോൾ ജസ്റ്റ് ഇൻസേർട്ട് റോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ എടുക്കുകയാണ്. ജസ്റ്റ് ഒരു ഓപ്ഷൻ എടുത്തു. ഓക്കെ, അവിടെ നമുക്ക് കാണാം ഒരു റോ ഇവിടെ ഇൻസേർട്ട് ആയിട്ടുണ്ട്.
ഓക്കെ, ഇൻസേർട്ട് റോ എന്ന് കൊടുത്തപ്പോൾ ആ റോ അവിടെ ഇൻസേർട്ട് ആയിട്ടുണ്ട്. നമുക്ക് അവിടെ വേറൊരു കുട്ടിയുടെ ഡീറ്റെയിൽ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽ നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഇൻസേർട്ട് കോളം. ഒരു പുതിയ കോളം ഇൻ ബിറ്റ്വീനിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. ഓക്കെ, ഇനി അടുത്തൊരു ഓപ്ഷൻ നമുക്ക് നോക്കാം, ഡിലീറ്റ് നോക്കാം. ഇത് പല രീതിയിലുള്ള ഓപ്ഷൻ ഉണ്ട്. ഇൻസേർട്ട് ഷിഫ്റ്റ് റൈറ്റ്, ദെൻ ഇൻസേർട്ട് ഷിഫ്റ്റ് ഡൗൺ, ഇൻസേർട്ട് റോസ്, ഇൻസേർട്ട് കോളംസ്. ഒരു കോളം നമുക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഞാനൊരു സെല്ല് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ എ എന്ന് പറഞ്ഞ സെല്ലാണ് എടുത്തിട്ടുള്ളത്. ഇൻസേർട്ട് കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ഒരു പുതിയ കോളം ഇൻസേർട്ടായി. ഓക്കെ, അതാണ് ഇൻസേർട്ട് കോളം. ഇപ്പോൾ നമുക്ക് ഈ ഒരു നെയിമിൻ്റെ കോളത്തിൻ്റെ റൈറ്റ് സൈഡിലാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സി എന്ന് പറഞ്ഞിട്ടുള്ള കോളം ചൂസ് ചെയ്തിട്ട് വേണം ഇൻസേർട്ട് കോളം കൊടുക്കാനായിട്ട്. നമുക്ക് നോക്കാം, സി എന്ന് പറഞ്ഞ കോളമാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇൻസേർട്ട് കോളം കൊടുത്തു കഴിഞ്ഞാൽ സി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പുതിയ കോളം ക്രിയേറ്റ് ആയി. നമ്മൾ ഓൾറെഡി സിയിലുണ്ടായിരുന്ന ഡാറ്റാസൊക്കെ ഡി എന്ന് പറഞ്ഞ കോളത്തിലേക്ക് ഷിഫ്റ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് ഇൻസേർട്ട് കോളംസും റോസും. പിന്നെ അതുപോലെ തന്നെ നമുക്കത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ സി എന്ന് പറഞ്ഞ കോളം ചൂസ് ചെയ്തു, ഒരു സെല്ല് ചൂസ് ചെയ്താൽ മതി. അതിനുശേഷം ഡിലീറ്റ് ആൻഡ് ഷിഫ്റ്റ് ലെഫ്റ്റ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു കോളത്തിൻ്റെ ഡാറ്റ മാത്രം, ആ ഒരു സെല്ലിൻ്റെ ഡാറ്റ മാത്രം ഡിലീറ്റായിട്ട് ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റായി. ഓക്കെ, ഇനി മൊത്തത്തിലൊരു കോളം മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്യണം, സി എന്ന് പറഞ്ഞ കോളം മൊത്തമായിട്ട് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് മൊത്തം ചൂസ് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കോളംസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അപ്പോൾ അത് ആ കോളം നമുക്ക് ഡിലീറ്റ് ആയിട്ട് പോകും. ഇതിൽ ഡിഫറെൻ്റ് ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ ചൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൽ ഓപ്ഷൻസ് ചേഞ്ച് ആവും. ലെഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യണോ, റോ ഡിലീറ്റ് ചെയ്യണോ, റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണോ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മളെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മളതിൻ്റെ ഓപ്ഷൻസ് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇതുവരെ ഇതിലത്തെ ഹോമിലത്തെ കുറേ ഡീറ്റെയിൽസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഹോമാണ് എടുത്തിട്ടുള്ളത്. ഹോമിലത്തെ ഫോണ്ട് സൈസ്, ബോൾഡ് ഇറ്റാലിക്സ് അണ്ടർലൈൻ, ബോർഡേഴ്സ്, ഫിൽ കളർ, ഫോണ്ട് കളർ, അലൈൻമെൻറ്റ്, മെർജ് ആൻഡ് സെൻറ്റർ, റാപ്പ് ടെക്സ്റ്റ്, ദെൻ നമ്മൾ ഇൻസേർട്ട് ആൻഡ് ഡിലീറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.